ലൈഫിൽ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ ബ്ലെസ്സിങ് ആണ് ആക്ച്വലി. നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുത്തോളൂ. നമ്മൾ ഈ ഫെർട്ടിലിറ്റി കേസസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും വൈഫിനെ മാത്രം ഇരുത്തിയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും കേൾക്കുന്നതാണ്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു, ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ കണ്ട് അവരൊക്കെ ഞെട്ടിപ്പോവും. ഇപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടി ആരോടും സംസാരിക്കാതെ അങ്ങനെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. ഫ്രണ്ട്ഷിപ്പൊന്നും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുക, നമ്മളെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെടുക, നമുക്കൊരു സമാധാനം കിട്ടുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആകാൻ നമ്മളത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കേസ് എടുക്കുമ്പോൾ അതിൽ പലപ്പോഴും ഒരുപാട് നാളായിട്ട് പീരീഡ്സ് മിസ്സാവുക, പ്രത്യേകിച്ച് ഒരു കാരണവും നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കാത്തൊരവസ്ഥ, സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്, താല്പര്യക്കുറവ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഇതുകൂടാതെ പീരീഡ്സിന് മുമ്പ് വരുന്ന ലക്ഷണങ്ങൾ, പ്രീ മെൻസ്ട്രുവൽ സിംറ്റംസ്, അത് ഭയങ്കര വേഴ്സായിട്ട് വരിക, ഭയങ്കര തലവേദന, ക്ഷീണം, ഭയങ്കര ദേഷ്യം, വാശി, വേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഭയങ്കര വേഴ്സായിട്ട് വരിക. ഇത്തരം സിറ്റുവേഷനിലൊക്കെ പലപ്പോഴും അതിൻ്റെ കാരണം നമ്മൾ നോക്കുമ്പോൾ സ്ട്രെസ് ഒരു ഭയങ്കര വില്ലനായിട്ട് കാണാറുണ്ട്. സ്ട്രെസ്സിനെ പല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. സ്വയം ആ ഒരു സ്ട്രെസ്സിനെ സപ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഇമോഷനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ അത് പിന്നീട് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. സോ അവിടെയാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഇമ്പോർട്ടൻസ്. കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരുപാട് റിലീഫ് ഉണ്ടാവും. അവിടെയും പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടുക എന്നുള്ളത് അത്യാവശ്യമാണ്.